ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിന് അത് രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനെയും നമ്മൾ ഹാഫ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. എ ലൈൻ ഡിവൈഡ്സ് ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ഇൻറ്റു 2 പാർട്സ്. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് എ ഹാഫ് പ്ലെയിൻ. ഇനി നമുക്ക് വേർട്ടിക്കൽ ലൈനും നോൺ വേർട്ടിക്കൽ ലൈനും എടുക്കാം. ഇപ്പോൾ ഒരു വേർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഇതൊരു വേർട്ടിക്കൽ ലൈനാണ്. ഈ വേർട്ടിക്കൽ ലൈൻ നമ്മുടെ പ്ലെയിനിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പോർഷൻ കാണാം, റൈറ്റ് സൈഡിലൊരു പോർഷൻ കാണാം. ഇത് രണ്ടുമാണ് ഹാഫ് പ്ലെയിൻ. അപ്പോൾ ലെഫ്റ്റിലുള്ളതിന് നമ്മൾ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എന്നും റൈറ്റ് സൈഡിലുള്ളതിന് റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്നും പറയും. അങ്ങനെ വേർട്ടിക്കൽ ലൈൻ അല്ലാത്ത ഒരു നോൺ വേർട്ടിക്കൽ ലൈൻ എടുക്കാം. അപ്പോൾ ഈ നോൺ വേർട്ടിക്കൽ ലൈനിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ താഴെയും മുകളിലും നമുക്ക് 2 പോർഷൻസ് കാണലും ഹാഫ് പ്ലെയിൻ കാണാം. അപ്പോൾ ഇതാണ് ലോവർ ഹാഫ് പ്ലെയിൻ, ഇതാണ് അപ്പർ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് നമുക്കറിയാമല്ലേ. അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് AX + BY ഈസ് ലെസ് ദാൻ C ആവാം, ഗ്രേറ്റർ ദാൻ C ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C ആവാം. അപ്പോൾ ഈ ടൈപ്പിൽ വരുന്ന ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ AX + BY = C. ആ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക, അതിൻ്റെ ഗ്രാഫ് കൊടുക്കുക. എപ്പോഴും ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആ സ്ട്രെയിറ്റ് ലൈനിനെ ബേസ് ചെയ്തിട്ട് ഇത് ഈ ഇക്വേഷൻ്റെ ഗ്രാഫാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ 2 ഹാഫ് പ്ലെയിൻ കിട്ടും. ഇതിലേതെങ്കിലും ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും നമ്മുടെ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ എയിം ഏത് ഹാഫ് പ്ലെയിനാണ് സൊല്യൂഷനായിട്ട് വരിക, സൊല്യൂഷൻ റീജിയനായിട്ട് വരിക എന്നുള്ളതാണ്. എന്താണ് ഈ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ? ദ റീജിയൻ കണ്ടെയ്നിങ് ഓൾ ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇൻഇക്വാലിറ്റി. എല്ലാ സൊല്യൂഷൻസും വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്, ഈ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഹാഫ് പ്ലെയിൻ കിട്ടും. അതിലേതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. സോ ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ സൊല്യൂഷൻ റീജിയൻ, ടേക്ക് ആൻ ആർബിട്രറി പോയിന്റ് നോട്ട് ഓൺ ദ ലൈൻ. അപ്പം ലൈനിലല്ലാത്ത ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ആ പോയിന്റ് ഏത് ഹാഫ് പ്ലെയിനിലാണ് എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ചെക്ക് വെദർ ഇറ്റ് സാറ്റിസ്ഫൈസസ് ദ ഇൻഇക്വാലിറ്റി ഓർ നോട്ട്. അപ്പം നമ്മളൊരു ആർബിട്രറി പോയിന്റ് എടുക്കുക ലൈനിലല്ലാത്ത, എന്നിട്ട് നമ്മുടെ ഇൻഇക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അത് ട്രൂ ആണെങ്കിൽ ദ റീജിയൻ വിച്ച് കണ്ടെയ്ൻസ് ദ പോയിന്റ് റെപ്രസെൻറ്റ്സ് ദ സൊല്യൂഷൻ റീജിയൻ. അതർവൈസ് ദ ഓപ്പോസിറ്റ് റീജിയൻ വിൽ റെപ്രസെൻറ്റ് ദ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആർബിട്രറി പോയിന്റ് എടുക്കുന്നു, ഇൻഇക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ ആ പോയിന്റ് വരുന്ന ഹാഫ് പ്ലെയിൻ ഏതാണോ അതായിരിക്കും സൊല്യൂഷൻ റീജിയൻ. അത് ഫാൾസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റീജിയൻ ഏതാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇൻഇക്വാലിറ്റിയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ നമ്മുടെ ആ ലൈനിൽ വരുന്ന പോയിൻറ്സും കൂടെ സൊല്യൂഷൻ റീജിയനിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലൈൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിച്ചാൽ മതി. അല്ലാത്ത കേസ് വരിക AX + BY <C അല്ലെങ്കിൽ AX + BY <C. അപ്പോൾ എന്താണ്, പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു ബ്രോക്കൺ ലൈൻ വെച്ചിട്ട് നമ്മുടെ ആ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. സോൾവ് ദ ഫോളോയിങ് ഇൻഇക്വാലിറ്റീസ് ഗ്രാഫിക്കലി ഇൻ 2 ഡയമെൻഷണൽ പ്ലെയിൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ X + Y < 5 ആണ്. നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എടുക്കണം. X + Y = 5. അപ്പോൾ നമുക്ക് എക്സിന് വാല്യൂ കൊടുത്ത് കറസ്പോണ്ടിങ് വൈ കാണണം, ഇല്ലേ? ഒരു 2 ഓർഡർ വേറെങ്കിലും മിനിമം നമുക്ക് ആവശ്യമുണ്ട് ഒരു ലൈന് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്നത്, ഞാൻ എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + Y = 5, അതായത് Y = 5 കിട്ടും. ഇനി വൈക്ക് ഞാൻ 0 കൊടുക്കുമ്പോൾ എക്സ് എന്താവും, 5.
ഇനി വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാം. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ 1+4 ആണ് 5, അപ്പോൾ y4 വരും. നമുക്ക് മിനിമം 2 പോയിൻറ്റ്സ് എങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഓക്കെ, 0,5 ഇതാണ് 0,5 എന്ന് പറയുന്ന പോയിൻ്റ്. നെക്സ്റ്റ് പോയിൻ്റ് 5,0 ഇതാണ് 5,0 എന്ന് പറയുന്ന പോയിൻ്റ്. അടുത്ത പോയിൻ്റ് 1,4 എന്ന് പറയുന്ന പോയിൻ്റ് 1,4 ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് 1,4. അപ്പോൾ ഈ പോയിൻറ്റ്സിൽ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക, ലൈന് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ലൈൻ. ഇത് x+y = 5. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഒരു ലോവർ ഹാഫ് പ്ലെയിനും കിട്ടും, ഇവിടെ ഒരു അപ്പർ ഹാഫ് പ്ലെയിനും കിട്ടും. ഇതിലേതാണ് സൊല്യൂഷൻ റീജിയൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനൊരു ആർബിട്രറി പോയിൻ്റ് എടുക്കുന്നു, 0, 0. ഇതാണ് നമ്മുടെ 0, 0 എന്ന് പറയുന്ന പോയിൻ്റ്. ഇത് ലോവർ ഹാഫ് പ്ലെയിനിലുള്ള പോയിൻ്റാണ്. ഞാൻ ഇന്നിക്വാലിറ്റി എടുത്തു. ഇന്നിക്വാലിറ്റിയിൽ 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോഴും നമുക്ക് 0 + 0 < 5. ഓക്കെ, അപ്പോൾ 0 < 5 ദാറ്റ് ഈസ് ട്രൂ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ ഏതാണ്? ലോവർ ഹാഫ് പ്ലെയിൻ ആണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ആ ലോവർ ഹാഫ് പ്ലെയിൻ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ റെപ്രസെൻറ്റ്സ് ദ ഇന്നിക്വാലിറ്റി x+y < 5. നിങ്ങൾക്ക് ഈ ലൈൻ ഒരു ബ്രോക്കൺ ലൈനായിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചത് സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3x + 2y < = 6. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. 3x + 2y = 6. ഞാനിവിടെ എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ 2y = 6, ദാറ്റ് ഈസ് y = 6/2, ദാറ്റ് ഈസ് 3. ഇനി ഞാനിവിടെ വൈക്ക് 0 കൊടുത്തു. അപ്പോൾ 3x = 6, x = 6/3, ദാറ്റ് ഈസ് 2. അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടും. ഒന്ന് 0,3, ഇതാണ് 0,3 എന്ന് പറയുന്ന പോയിൻ്റ്. നെക്സ്റ്റ് പോയിൻ്റ് 2,0, ഇതാണ് 2,0. അപ്പോൾ 2 പോയിൻ്റ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഏതാണ് ലൈനിൻ്റെ ഇക്വേഷൻ? 3x + 2y = 6. അപ്പോൾ 2 ഹാഫ് പ്ലെയിൻ കിട്ടി, ലോവർ ഹാഫ് പ്ലെയിനും അപ്പർ ഹാഫ് പ്ലെയിനും. ഞാനിനി ഒരു ആർബിട്രറി പോയിൻ്റ് എടുത്തു, 0, 0. ഇത് ലോവർ ഹാഫ് പ്ലെയിനിലെ പോയിൻ്റാണ്. ഇന്നിക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 0 + 0 ദാറ്റ് ഈസ് 0 < < 6. നമ്മുടെ ഇന്നിക്വാലിറ്റി ട്രൂ ആണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ലോവർ ഹാഫ് പ്ലെയിൻ ആണ് സൊല്യൂഷൻ റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് സൊല്യൂഷൻ റീജിയൻ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പോയിൻ്റ് എടുക്കാം, ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ 2, 3, ഇത് അപ്പർ ഹാഫ് പ്ലെയിനിലെ പോയിൻ്റാണ്. ഞാൻ 2, 3 ഇന്നിക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്താ സംഭവിക്കുന്നത് നോക്കാം. 3 × 2 + 2 × 3. അപ്പോൾ ഇവിടെ 6 + 6, അതായത് 12 < < 6 എന്ന് കിട്ടും. ഫോൾസ് ആണ്. അപ്പോൾ ഈ റീജിയൻ അല്ല സൊല്യൂഷൻ റീജിയൻ. ഒന്ന് കൺഫേം ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് പോയിന്റ്, ഇപ്പം -2 ഇവിടെയുള്ള പോയിൻ്റാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ട്രൂ ആയിരിക്കും. -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ, ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി 4 -1 ആണ് എടുത്തതെങ്കിൽ നമ്മുടെ ഇന്നിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y < 2x + 1. അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. y = 2x + 1. ഞാനിവിടെ എക്സിന് 0 കൊടുക്കുന്നു, അപ്പോൾ y = 1. ഇനി ഞാൻ വൈക്ക് 0 കൊടുക്കുന്നു, അപ്പോൾ 2x + 1 = 0 വരും. ദാറ്റ് ഈസ് 2x = -1 ഓർ x = -1/2. അങ്ങനെയാണ് ഇത് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ 0, 1 എന്ന് പറയുന്ന പോയിൻ്റാണിത്. അടുത്തത് -1/2, 0. ഇതാണ് നമ്മുടെ -1/2, 0 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഗ്രാഫ് കൊടുക്കാൻ. ഇനി ഇവിടെ < ആയതുകൊണ്ടാണ് ഇവിടെ ബ്രോക്കൺ ലൈന് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു 2 ഹാഫ് പ്ലെയിൻ കിട്ടും. ഇത് ലോവർ ഹാഫ് പ്ലെയിൻ, ഇത് അപ്പർ ഹാഫ് പ്ലെയിൻ. അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. -2, 2. ഇതാണ് നമ്മുടെ -2, ഇതാണ് 2. ഇതാണ് -2, 2 എന്ന് പറയുന്ന പോയിന്റ്. ഇത് അപ്പർ ഹാഫ് പ്ലെയിനിലുള്ള പോയിന്റാണ്. ഞാനിവിടെ ഇന്നിക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സിന് -2ഉം വൈക്ക് 2ഉം കൊടുക്കുക. അപ്പോൾ 2 < 2 × -2 ദാറ്റ് ഈസ് -4 + 1. 2 < -3. നമുക്കറിയാം ഇത് ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ആയതുകൊണ്ട് തന്നെ അപ്പർ ഹാഫ് പ്ലെയിൻ അല്ല സൊല്യൂഷൻ റീജിയൻ. നേരെ ഓപ്പോസിറ്റിൽ വരുന്ന ലോവർ ഹാഫ് പ്ലെയിൻ ആണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. x + 3y < 9. നമ്മൾ ഇക്വേഷൻ എടുക്കുക. x + 3y = 9. എക്സിന് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3y = 9 ഓർ y = 9/3, ദാറ്റ് ഈസ് 3. ഇനി വൈക്ക് ഞാനിവിടെ 0 കൊടുക്കുകയാണെങ്കിൽ x = 9. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി, 0, 3, 9, 0. 0, 3 എന്ന് പറയുന്ന പോയിൻ്റാണിത്. 9, 0 എന്ന് പറയുന്ന പോയിൻ്റ് x ആക്സിൽ ഇവിടെ വരും. അതിന് രണ്ടിനെ ഞാൻ ജോയിൻ ചെയ്തു. ഇവിടെ < ആയതുകൊണ്ട് അതിനെ ബ്രോക്കൺ ലൈൻ വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ലോവർ ഹാഫ് പ്ലെയിൻ, അപ്പർ ഹാഫ് പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞു. ഇതിലേതാണ് സൊല്യൂഷൻ റീജിയൻ നോക്കണം.
അപ്പോൾ ഇവിടെ ലോവർ ഹാഫ് പ്ലെയിനിൽ 0 0 എന്ന് പറയുന്ന ഈ പോയിന്റ് എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മുടെ ഇൻഇക്വാലിറ്റിയിൽ. അപ്പോൾ 0 + 0 ദാറ്റ് ഈസ് 0 ലെസ് ദാൻ 9 എന്ന് കിട്ടും. ട്രൂ ആണ്. സോ ലോവർ ഹാഫ് പ്ലെയിൻ ആണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ കാണാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്? ദാറ്റ് കണ്ടെയ്ൻസ് 2 or more ലീനിയർ ഇൻഇക്വാലിറ്റീസ്. 2 അതിൽ കൂടുതലോ ഈ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ആണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസിൽ ഉണ്ടാവുക. ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഓൾ ദ ഗിവൺ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ ദ സെയിം ഗ്രാഫ്. ഒരേ ഗ്രാഫിൽ തന്നെ തന്നിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെയും ഗ്രാഫ് കൊടുക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ ഫീസിബിൾ റീജിയൻ, കോമൺ ഫീസിബിൾ റീജിയൻ. ഓരോ ഇൻഇക്വാലിറ്റീസിനെ ബേസ് ചെയ്തിട്ടും ഫീസിബിൾ റീജിയൻ ഉണ്ടാവും. അതെല്ലാം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതി. കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിക്കുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40, x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ 3 ഇൻഇക്വാലിറ്റീസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം. 5x + 4y = 40. അപ്പോൾ ഇവിടെ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ 4y = 40 വരും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 40/4, ദാറ്റ് ഈസ് 10. ഇനി വൈക്ക് 0 കൊടുത്താൽ 5x ഈസ് ഈക്വൽ ടു 40 വരും. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 40/5, ദാറ്റ് ഈസ് 8. നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. 0 10 ഇതാണ് 0 10. നെക്സ്റ്റ് 8 0 ഇതാണ് 8 0. ജോയിൻ ചെയ്യുക 2 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് ലോവർ അപ്പർ ഹാഫ് പ്ലെയിൻസ് കിട്ടും. ഇതിലേതാണ് സൊല്യൂഷൻ റീജിയൻ നോക്കാം. ഞാൻ ലോവർ ഹാഫ് പ്ലെയിനുള്ള 0 0 എന്നുള്ള പോയിൻ്റ് എടുത്തു. ഇൻഇക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ട്രൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ലോവർ ഹാഫ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഈ പോർഷൻ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 2 0. അപ്പോൾ ഈ വൈ ആക്സിസിന് പാരലായിട്ടുള്ള 2 0 കൂടെ പോകുന്ന ലൈനാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 2. ഇതാണ് ആ ലൈന്. നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈന്. ഇവിടെ വരുന്ന ലൈൻ പോയിൻറ്റ്സ് ഒക്കെ എക്സ് ലെസ്സായിട്ട് വരുന്ന വാല്യൂ, 2നേക്കാൾ ലെസ്സായിട്ടുള്ള വാല്യൂ ആണ്. ഈ പോർഷൻ ആണെങ്കിൽ 2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസാണ് ഇവിടെ വരിക. അപ്പോൾ ഈ പോർഷൻ ഇതാണ് ഇതിൻ്റെ റൈറ്റ് ഹാഫ് പ്ലെയിൻ ആണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ 6 0 എന്ന് എടുക്കുന്നു. അപ്പോൾ 6 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ട്രൂ ആണല്ലോ. അപ്പോൾ ഈ റീജിയനാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന റീജിയൻ. അടുത്തത് y = 3 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. y = 3 എന്ന് പറയുന്ന ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 0 3. ഇതാണ് y = 3. നമുക്ക് വേണ്ടത് എന്താണ്? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഈ y വാല്യൂ ഇവിടെ ഇത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ y വാല്യൂസ് 3നേക്കാൾ ലെസ്സായിട്ടുള്ള, ഇത് 3നേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ പോർഷനാണ് വരിക. ഈ റീജിയനാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഈ എല്ലാം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് ഈ റീജിയൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ, സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്ന റീജിയൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സ് മൈനസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് പ്ലസ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പം നമ്മൾ എക്സിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 - y = 3, അതായത് y = -3 ഒരു പോയിൻ്റായി. നെക്സ്റ്റ് പോയിൻ്റ് വൈക്ക് ഞാൻ 0 കൊടുക്കുമ്പോൾ x = 3. അപ്പോൾ 0 - 3 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. ഇത് 3 0 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x - y = 3 എന്ന് പറയുന്ന ലൈന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലോവർ ഹാഫ് പ്ലെയിൻ ഉണ്ട്, അപ്പർ ഹാഫ് പ്ലെയിൻ ഉണ്ട്. ഏതാണ് സൊല്യൂഷൻ റീജിയൻ നോക്കാം. ഞാനിവിടെ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുത്തു. ഇതാണ് 0 0. ഇൻഇക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 0 ലെസ് ദാൻ 3 എന്ന് കിട്ടും. അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ ഈ 0 0 വരുന്ന റീജിയൻ, അതായത് ഈ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ, ഈ പോർഷൻ. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. അടുത്ത ലൈൻ എടുക്കാൻ നമുക്ക് x + y = 5.
എക്സിന് 0 കൊടുത്താൽ 5 കിട്ടും, വൈക്ക് 0 കൊടുത്താൽ 5 തന്നെയാണ് കിട്ടുക. അപ്പോൾ 0 5 5 0, ഇതാണ് 0 5, ഇതാണ് 5 0. ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ലൈന് കിട്ടി. ഇവിടെ ലോവർ ഹാഫ് പ്ലെയിനിലാണ് ഇത് വരുന്നത്, നമ്മുടെ 0 0. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫോൾസ് ആയിട്ടാണ് വരുന്നത്. അതിനർത്ഥം ഈ അപ്പർ ഹാഫ് പ്ലെയിനാണ് ഇവിടെയും സൊല്യൂഷൻ റീജിയനായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന റീജിയനാണിത്, ഡാർക്കൺ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5x + 4y is less than 80, y is greater than 2x, x is greater than 3. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം നമുക്ക്. 5x + 4y = 80. അപ്പോൾ എക്സ് ഇവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ 4y is equal to 80 or y is equal to 80 divided by 4, that is 20. ഇനി വൈക്ക് ആണ് നമ്മൾ 0 കൊടുക്കുന്നത്, 5x is equal to 80 വരും, that is x is equal to 80 divided by 5, that is 16. ഓക്കെ, അപ്പോൾ 0 20 എന്ന് പറയുന്ന പോയിൻ്റാണിത്, 16 0 എന്ന് പറയുന്ന പോയിൻ്റാണിത്. രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈന് കിട്ടി. ഇത് ലോവർ ഹാഫ് പ്ലെയിൻ ആണ്, ഇത് അതിൻ്റെ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്. ഞാൻ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, ട്രൂ ആണ്. അപ്പോൾ ഈ പോർഷനാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് y is greater than 2x, y equal to 2x എടുക്കുക. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും y എന്താവും 0. അപ്പോൾ നമുക്ക് ഇനി വൈക്ക് 0 കൊടുക്കേണ്ട കാര്യമില്ല, എക്സ് 0 ഒരേ പോയിൻ്റാണ് കിട്ടുക. ഞാൻ എക്സിന് 3 കൊടുക്കുന്നു, അപ്പോൾ y എന്ത് വരും, 2 × 3, that is 6. അപ്പോൾ 0 0 ഒരു പോയിൻ്റ് കിട്ടി, 3 6 വേറൊരു പോയിൻ്റ് കിട്ടി. ഇത് രണ്ട് പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുക, അപ്പോൾ നമുക്ക് ലൈന് കിട്ടും. ഇനി ഇതിൻ്റെ ലോവർ ആണോ അപ്പർ ആണോ സൊല്യൂഷൻ റീജിയനായിട്ട് വരുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ട് 6 0, ഇതാണ്, ഇവിടെയാണ് 6 0 എന്ന് പറയുന്ന പോയിൻ്റ് വരിക. ഓക്കെ, ലോവർ ഹാഫ് പ്ലെയിൻ ആണത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 6 0 ഇവിടെ ഇൻഇക്വാലിറ്റി ഏതാണ്, y is greater than 2x. എക്സിന് 6 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ 0 is greater than 12 എന്ന് കിട്ടും. ഫോൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ നേരെ ഓപ്പോസിറ്റ് റീജിയനാണ് വരിക. അപ്പോൾ ഈ പോർഷനാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് വരുന്നത്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈന് വരക്കണം. അത് പാരലൽ ടു y ആക്സിസ് ആയിരിക്കും, 3 0 കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ലൈന് വരിക. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ സൈഡാണ് വരിക. ഈ ഇവിടെ വരുന്ന എക്സ് വാല്യൂസൊക്കെ 3നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഈ 3 ഇൻഇക്വാലിറ്റിയും ഗ്രാഫ് വരച്ചതിന് ശേഷം കോമൺ ആയിട്ട് വരുന്ന റീജിയൻ നോക്കുക. ഈ റീജിയൻ ആയിരിക്കും കോമൺ റീജിയൻ. അപ്പോൾ അതാണ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, x - y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഞാൻ ആദ്യം നമ്മുടെ ഇക്വേഷൻ എടുത്തു. x + 2y = 10. എക്സിന് 0 കൊടുക്കുമ്പോൾ 2y 10 വരും, ദാറ്റ് ഈസ് y = 5. വൈക്ക് 0 കൊടുക്കുമ്പോൾ x = 10 വരും. അപ്പം രണ്ട് പോയിൻ്റ് കിട്ടി നമുക്കിവിടെ, 0 5 and 10 0. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലൈന് കിട്ടി. അപ്പോൾ രണ്ട് ഹാഫ് പ്ലെയിൻ കിട്ടി. ഇനി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ഈ ലൈനിനെ ബേസ് ചെയ്തിട്ട് ലോവർ ഹാഫ് പ്ലെയിനിൽ ഒരു പോയിൻ്റാണ് 0 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ട്രൂ ആണ്. അപ്പോൾ ഈ റീജിയനാണ് ഈ ലൈനിൻ്റെ സൊല്യൂഷൻ, ഇൻഇക്വാലിറ്റീൻ്റെ സൊല്യൂഷൻ റീജിയനായിട്ട് വരിക. നെക്സ്റ്റ് വൺ എടുക്കാം. x + y = 1. അപ്പോൾ x 0 ആണെങ്കിൽ y 1 ആയിരിക്കും, y 0 ആണെങ്കിൽ x 1 ആയിരിക്കും. അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് കിട്ടി, 0 1 1 0. ജോയിൻ ചെയ്യുക, നമുക്ക് ലൈന് കിട്ടും. സോ x + y = 1 എന്ന് പറയുന്ന ലൈനാണിത്. അതിൻ്റെ ലോവർ ഹാഫ് പ്ലെയിനിലാണ് 0 0 വരുന്നത്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 0 + 0, ദാറ്റ് ഈസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഫോൾസ് ആണ്. സോ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ ഈ പോർഷനാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയനായിട്ട് വരിക. നെക്സ്റ്റ് ലൈന് വരുന്നത് x - y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഇൻഇക്വാലിറ്റി. അപ്പോൾ x - y = 0, ദാറ്റ് ഈസ് x = y എന്ന് കിട്ടും. അപ്പോൾ x 0 ആണെങ്കിൽ y 0, x 1 ആണെങ്കിൽ y 1, അങ്ങനെ പോകും. അപ്പോൾ 0 0 1 1 രണ്ട് പോയിൻറ്റ്സ് കിട്ടി. അതിൽ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. x - y = 0ൻ്റെ ഗ്രാഫ് കിട്ടും. ഇനി ഞാനൊരു പോയിൻ്റ് എടുക്കുകയാണ് 2 0. ഇതാണ് 2 0 എന്ന് പറയുന്ന പോയിൻ്റ്. ഇൻഇക്വാലിറ്റിയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ 2 - 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് റീജിയനാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയനായിട്ട് വരും. അപ്പോൾ ഈ റീജിയനാണ്. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങൾ വരച്ച് നോക്കുക. കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഒന്ന് ഡാർക്കൺ ചെയ്ത് കാണിക്കുക. അതാണ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ.